LPG ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് യഥാർത്ഥ ഉപഭോക്താവാണോ എന്നറിയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതായത് KYC. എല്ലാ LPG ഉപഭോക്താക്കളും ഇത് നിർബന്ധമായും ചെയ്തേ പറ്റും. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. അതിനായി ഞാൻ നിങ്ങളെ സഹായിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഞങ്ങൾ ഇനിയും ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. KYC വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തന്നെ നോക്കാം. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ഗ്യാസ് മാസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. ഇതിനായി നമ്മുടെ ഫോണിൽ ആദ്യം 2 ആപ്ലിക്കേഷൻസ് ആവശ്യമാണ്. ഒന്ന് ഇന്ത്യൻ ഓയിൽ 1 എന്ന ആപ്ലിക്കേഷനും ആധാർ ഫേസ് RD എന്ന ആപ്ലിക്കേഷനും. ആദ്യം ഇവ രണ്ടും നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. ചെയ്ത ശേഷം ഇന്ത്യൻ ഓയിൽ 1 എന്ന ആപ്പ് ഓപ്പൺ ചെയ്യണം. തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ നമുക്ക് അക്കൗണ്ട് ഓൾറെഡി ഉണ്ട് എങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അക്കൗണ്ട് ഇല്ലെങ്കിൽ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഫോണിലുള്ള ഇമെയിൽ ID എൻ്റർ ചെയ്യുക. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. എന്നിട്ട് അഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഞാനിവിടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വരും. നമ്പേഴ്സ്, ആൽഫബറ്റ്, അപ്പർ കേസ് ലെറ്റേഴ്സ്, ലോവർ കേസ് ലെറ്റേഴ്സ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ്റെ ലോഗിൻ സെഷനിൽ വന്നിട്ട് മൊബൈൽ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഓയിൽ ആപ്പിൽ ലോഗിൻ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കുറേ അധികം കാര്യങ്ങൾ ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ KYC അല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ 3 വര കാണുന്നില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൈ പ്രൊഫൈൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ആക്കുക. അപ്പോൾ നമുക്ക് ലിങ്ക് യുവർ LPG ID എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ലിങ്ക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 16 ഡിജിറ്റുള്ള നമ്മുടെ LPG ID എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. LPG ID ചിലപ്പോൾ നിങ്ങളുടെ പാസ്ബുക്കിൽ കാണുന്നതാണ്. അവിടെ ഇല്ല എങ്കിൽ അതെങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇനി കാണിച്ചു തരാം. ഇതിനായി mylpg.in എന്ന സൈറ്റിൽ പോകാം. റൈറ്റ് സൈഡിൽ 3 സിലിണ്ടറിൻ്റെ പടം കാണാവുന്നതാണ്. ഭാരത്, ഇന്ത്യൻ, HP അങ്ങനെ 3 എണ്ണം. ഇതിന് മുകളിൽ ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് യുവർ കമ്പനി നെയിം എന്ന സ്ക്രീൻ വരും. അതിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഇന്ത്യൻ ഓയിൽ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ പേജ് ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗ്യാസ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ നെയിം, കൺസ്യൂമർ നമ്പർ കൊടുക്കാനൊക്കെ ഉണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ മൊബൈൽ നമ്പർ വെച്ചാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇവിടെ പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിൽ ഒരു OTP വരും. ഇത് എൻ്റർ ചെയ്യണം. ഞാനത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെരിഫൈയിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള LPG ID ഏതാണെന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള LPG ID ഇവിടെ 16 ഡിജിറ്റ് കാണിച്ചിരിക്കുന്നിടത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ 3 ഡിജിറ്റ് അവിടെ തന്നെ ഉണ്ടാകും. ബാക്കി ഡിജിറ്റാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. തുടർന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നമ്മുടെ കൺസ്യൂമർ ഡീറ്റെയിൽസും മൊബൈൽ നമ്പർ, പേരുമെല്ലാം വരും. അതിനുശേഷം ഏറ്റവും താഴെ ഇറ്റ്സ് കറക്റ്റ് എന്നൊരു ബട്ടണും കാണാം, അല്ലെങ്കിൽ നോ ഇറ്റ്സ് റോങ് എന്ന ബട്ടണും കാണാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നോ ഇറ്റ്സ് റോങ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത്
നമ്മൾ വീണ്ടും കറക്റ്റ് ആക്കേണ്ടി വരും. ഇത് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് യെസ് ഇറ്റ്സ് കറക്റ്റ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ട മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ കൺഫേംഡ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. അതായത് ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനായി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും മൊബൈൽ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മൾ ഹോം പേജിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലെ 3 വര ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കുറേ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നമ്മുടെ LPG ID ഏതാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. മുമ്പ് നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വളരെയധികം ഓപ്ഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ താഴെ KYC എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ കാണുന്ന ബോക്സ് ചെക്ക് ചെയ്യണം. അതിനുശേഷം താഴെയായി ഫേസ് സ്കാൻ എന്നൊരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് ഫേസ് സ്കാനിൽ ക്ലിക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യണം. LPG ഫോട്ടോ വെരിഫിക്കേഷന് വേണ്ടി റൗണ്ടിൻ്റെ ഉള്ളിലായിരിക്കും ക്യാമറ കാണിക്കുക. നമ്മുടെ ഫേസ് മൊത്തം അതിൽ കവർ ചെയ്ത് വരണം. അതുപോലെ തന്നെ കണ്ണടച്ച് തുറക്കുന്നത് നല്ല രീതിയിൽ കണ്ണടച്ച് തുറക്കണം. എങ്കിൽ മാത്രമേ ഇത് സക്സസ് ആയിട്ട് വെരിഫൈ ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ എറർ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. ഒരു തവണ കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ പേരും ഡീറ്റെയിൽസും അവിടെ വരുന്നതാണ്. ഇവിടെ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കൺഫേംഡ് യുവർ KYC ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന ഒരു മെസ്സേജ് ബോക്സ് വരും. സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് ഡിയർ കസ്റ്റമർ യുവർ KYC റിക്വസ്റ്റ് അഗെയിൻസ്റ്റ് നമ്മുടെ കൺസ്യൂമർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്നൊരു മെസ്സേജാണ് നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവുക. ഗ്യാസ് മസ്റ്ററിങ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പുകൾ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ഗ്യാസ് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു.